അതൊരു പായ ബെഡ്ഷീറ്റ് ഒന്നും എടുക്കും. ബെഡ്ഷീറ്റോ പായ അതെ ബെഡ്ഷീറ്റോ പായ നമ്മുടെ കുരുവിക്കോണം വാർഡിലാണ് ഇത് സംഭവിച്ചേക്കുന്നത്. നമ്മുടെ കുരുവിക്കോണം കുന്നുംപുറത്ത് ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്ന പുള്ളിക്കാരൻ. എന്നാൽ ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് തൊട്ടടുത്തൊരു വീട്ടിലൊരു രോഗി ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞായറാഴ്ച പുള്ളിക്കാരൻ ഇറങ്ങിയതാണ്. അപ്പോൾ 3 ദിവസം കൊണ്ട് കാണുന്നില്ല. ഞായറാഴ്ച രാത്രി 11 മണിക്കും വീട്ടിലെ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ച് തിങ്കളാഴ്ചയും കൂടെ കാണാതെ വന്നപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കതവ് തുറന്ന് കിടക്കുന്നു. അപ്പോൾ വിചാരിച്ച് പുറത്തോട്ടിറങ്ങി പോവുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഒരു 9 മണിയായപ്പോഴും വിളിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെ അഞ്ചൽ എസ്ഐയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം അവർ തന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് കിണറ്റിൻ്റെ അടുത്തിരിക്കുന്നതായിട്ട് കണ്ട് സംശയാസ്പദമായ രീതിയിൽ അപ്പോൾ തന്നെ മോട്ടർ കൊണ്ടുവന്ന് വെള്ളം പറ്റിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കണ്ട്. എന്നാലിപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പം കതകിൽ ഉറൂന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പുള്ളിക്കാരൻ്റെ വസ്തു പണയപ്പെടുത്തി ജാമ്യം നിന്നതായിട്ടുള്ളൊരു നോട്ടീസ് രജിസ്ട്രാർ കൊണ്ടുവന്ന് ഒട്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇപ്പോൾ അതിൻ്റെ നടപടികളുമായി നീങ്ങുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും.